ജിബൂട്ടി എന്ന ആഫ്രിക്കൻ ദരിദ്ര രാജ്യത്തിന്റെ തലസ്ഥാനമായ ജിബൂട്ടി സിറ്റിയിൽ ഞാൻ വന്നിറങ്ങിയിട്ട് ഏതാനും മിനിറ്റുകളായിട്ടേ ഉള്ളൂ. തീർത്തും ദരിദ്രമായ രാജ്യം. ഇവിടെ മലയാളികളുടെ നേതൃത്വത്തിൽ ചില സ്ഥാപനങ്ങളൊക്കെയുണ്ട്. സുരേഷ് നായർ എന്ന മലയാളിയാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഒരു ഭംഗിയുമില്ലാത്ത വരണ്ട പ്രകൃതി. എന്തിനാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പ്രേക്ഷകർ ചിന്തിച്ചേക്കാം. പളപളപ്പുള്ള പാശ്ചാത്യ ലോകം മാത്രമല്ല, ആഫ്രിക്കൻ നാടുകളുടെ തനത് ജീവിതം കൂടി കാണേണ്ടതുണ്ട്. ഇവിടുത്തെ മനുഷ്യവാസം എങ്ങനെയെന്നും ദരിദ്ര ആഫ്രിക്കൻ രാജ്യത്തെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നും അറിയണം. ഈ വിദൂരദേശത്തേക്ക് പോലുമെത്തി സംരംഭങ്ങൾ ആരംഭിച്ച മലയാളിയുടെ ധൈര്യവും കണ്ടറിയേണ്ടതുണ്ട്. വളരാൻ വെമ്പുന്ന ഒരു രാജ്യമാണ് ജിബൂട്ടി. നിർമ്മാണ പ്രവർത്തനങ്ങൾ പലയിടത്തും കാണാം. ധാരാളം ഫ്രീ സോണുകൾ നിർമ്മാണത്തിലിരിക്കുന്നു. പോർട്ടുകളുടെ നിർമ്മാണം നടക്കുന്നു. ഒരു ഫ്രീ സോണിലേക്കാണ് ഇപ്പോൾ കാർ എത്തുന്നത്. അവിടുത്തെ വലിയൊരു പ്രദേശത്ത് ആകെ വ്യാപിച്ചു കിടക്കുന്ന ഈസ്റ്റ് ആഫ്രിക്ക ഹോൾഡിംഗ്സ് എന്ന കമ്പനിയിലേക്ക് കയറിച്ചെന്നു. വളരെ സജീവമായ ഒരു വലിയ ക്യാമ്പസ്. ധാരാളം കണ്ടെയ്നറുകൾ, ട്രക്കുകൾ. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്ത് ഇവിടെ സംഭരിച്ച് എത്യോപ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റിവിടുന്ന കമ്പനിയാണ്. എത്യോപ്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും ഇവർ ചെയ്യുന്നുണ്ട്. പ്രധാനമായും എത്യോപ്യയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തനം. മലയാളികളുടെ നേതൃത്വത്തിലുള്ള കമ്പനിയാണിത്. ഈ കമ്പനിയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് സുരേഷ്. അദ്ദേഹത്തെപ്പോലെ വേറെയും മലയാളികൾ ഈ കമ്പനിയുടെ ഉയർന്ന സ്ഥാനങ്ങളിലുണ്ട്. ധാരാളം കണ്ടെയ്നറുകൾ. നിരന്തരം ട്രേഡിംഗ് നടക്കുന്നു. കാർ പാർക്കിംഗിൽ നിർത്തിയ ശേഷം ഞങ്ങൾ ഓഫീസിലേക്ക് നടന്നു. ഇവിടെ 1-2 മലയാളികൾ എന്നെ കാത്തിരിക്കുന്നുണ്ട്. ഈസ്റ്റ് ആഫ്രിക്ക ഹോൾഡിംഗ്സിന്റെ നേതൃസ്ഥാനത്തുള്ളയാളും അതിൽ ഉൾപ്പെടുന്നു. ഈസ്റ്റ് ആഫ്രിക്ക ഹോൾഡിംഗ്സ് ആണ് എനിക്കിവിടേക്ക് വരാൻ വിസ ലഭിക്കുന്നതിനുള്ള അറേഞ്ച്മെന്റുകൾ ഏർപ്പെടുത്തി തന്നത്. എയർ കണ്ടീഷൻ ചെയ്ത മനോഹരമായ ഒരു ഓഫീസ്. എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുമുള്ള കമ്പനിയാണിത്. ഇത് റെജി അബ്രഹാം. ഈ കമ്പനിയുടെ ഡയറക്ടർ ജനറലാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് കയറി ചെന്നു. ശരിക്കും ഇന്നൊരു അവധി ദിവസമാണ്. ജിബൂട്ടിയിൽ മാത്രമല്ല, എത്യോപ്യയിലും മിഡിൽ ഈസ്റ്റിലുമെല്ലാം ബിസിനസ് സംരംഭങ്ങളുള്ള ഒരാളാണ് ഇദ്ദേഹം. റെജി അബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സഹപ്രവർത്തകരാണ് അനിൽ മുകുന്ദനും സുരേഷ് നായരും. ഞങ്ങൾ ഒരു കാപ്പി കുടിച്ചും വിശേഷങ്ങൾ പങ്കുവച്ചും കുറച്ചുനേരം വിശ്രമിച്ചു. കേരളത്തിൽ പത്തനംതിട്ട സ്വദേശിയാണ് റെജി അബ്രഹാം. ഇപ്പോൾ കാനഡയിലാണ് കുടുംബസമേതം വസിക്കുന്നത്. ഇടയ്ക്കിടെ കാനഡയിൽ പോകും. ഇന്നത്തെ യാത്രകളെക്കുറിച്ച് റെജി അബ്രഹാമും സുരേഷുമൊത്ത് ചില ചർച്ചകൾ നടത്തിയ ശേഷം ഞാൻ അവിടെ നിന്നും യാത്ര തുടങ്ങി. വരണ്ട ഭൂമിയിൽ പുതിയ കാല അപ്പാർട്ട്മെന്റുകൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. ജിബൂട്ടി മാറ്റത്തിന്റെയും വളർച്ചയുടെയും പാതയിലാണെന്നതിന്റെ സൂചനകളാണിതെല്ലാം. ബൽബല എന്നൊരു പ്രദേശത്തേക്കാണ് ആദ്യം പോകുന്നത്. ജിബൂട്ടി സിറ്റിയിലെ ഒരു ചേരി പ്രദേശമാണ് ബൽബല. വികസനമെത്താത്ത, മാലിന്യം നിറഞ്ഞ, ദാരിദ്ര്യത്തിന്റെ ഭാവങ്ങളെല്ലാമുള്ള പ്രദേശം. തെരുവോരത്ത് ആട്ടിൻകൂടുകളും പെട്ടിക്കടകളും ചേലില്ലാത്ത പീടികകളും. ഒരു ശരാശരി ആഫ്രിക്കൻ രാജ്യത്തെ സാധാരണ പട്ടണഭാഗം ഇങ്ങനെയായിരിക്കും. പുതിയ കാലത്തെ ചില കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട്. പ്രാകൃത രൂപത്തിലുള്ള ഒരു പട്ടണം. 80,000-ഓളം ആളുകൾ വസിക്കുന്ന ഒരു ചേരി പ്രദേശമാണ് ബൽബല. മിന്നുന്നത് എന്നാണ് ബൽബല എന്ന വാക്കിന്റെ അർത്ഥം. ബൽബലയിൽ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. അതിനാലാണ് പ്രദേശത്തിന് മിന്നുന്നത് എന്നർത്ഥം വരുന്ന ബൽബല എന്ന പേരു ലഭിച്ചത്. ഒട്ടും വൃത്തിയില്ലാത്ത ഒരു പട്ടണഭാഗം. 1966 മാത്രം രൂപപ്പെട്ട ഒരു ജനവാസ കേന്ദ്രമാണ് ബൽബല.
ജിബൂട്ടി ഫ്രഞ്ച് കോളനിയായിരുന്ന അക്കാലത്ത് സാധാരണക്കാരായ ജിബൂട്ടിക്കാർ ജിബൂട്ടി സിറ്റിയിലേക്ക് പ്രവേശിക്കാതെ തടഞ്ഞിട്ടിരുന്ന ഒരു പ്രദേശം ഇതായിരുന്നു. അതിനായി ഫ്രഞ്ചുകാർ ബെൽബലയിൽ ഒരു ചെക്ക് പോയിന്റ് തന്നെ സ്ഥാപിച്ചു. നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നഗരത്തിലേക്ക് കുടിയേറാനെത്തിയവർ ആ ചെക്ക് പോയിന്റിനപ്പുറം കൂട്ടമായി വസിക്കാൻ തുടങ്ങി. ഏതാനും വർഷങ്ങൾ കൊണ്ട് 10,000-കണക്കിന് ആളുകൾ തിങ്ങിവസിക്കുന്ന ഒരു ദരിദ്ര പ്രദേശമായി ബൽബല മാറുകയായിരുന്നു. ഇന്നും ആ ജീവിതം തുടരുകയാണ്. നിവർത്തിവെച്ച കുടകൾക്ക് കീഴെ കച്ചവടക്കാർ, ലഹരി പകരുന്ന ഇലയായ ഘാട്ട് വിൽക്കുന്നവരാണ് കൂടുതലും. എപ്പോഴും പൊടിക്കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം. ദാരിദ്ര്യം, വൃത്തിയില്ലായ്മ. ഒരു സാധാരണ ആഫ്രിക്കൻ ജനവാസ കേന്ദ്രത്തിന്റെ മുഖമുദ്രയാണിതെല്ലാം. കാറ്റിൽ ഉയർന്നു പൊങ്ങുന്ന പൊടി ദൃശ്യത്തിന് മങ്ങലേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ പ്രാതിനിധ്യം അറിയിച്ചുകൊണ്ട് ധാരാളം ഓട്ടോറിക്ഷകളും കാണാം. ഒരു കുന്നിൻ മുകളിലാണ് ബെൽബല പ്രദേശം. ദരിദ്രരായ ജിബൂട്ടിക്കാർ സിറ്റിയിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ ഇവിടെ ഫ്രഞ്ചുകാർ സ്ഥാപിച്ചിരുന്ന ചെക്ക് പോയിന്റ് സ്വാതന്ത്ര്യാനന്തരം 1977 നീക്കം ചെയ്തത്. എല്ലാ മൂന്നാം ലോക രാജ്യങ്ങളിലും പ്രധാന നഗരത്തിന്റെ പ്രാന്തങ്ങളിൽ ഇങ്ങനെ ദരിദ്രർ വസിക്കുന്ന ചേരിപ്പുരകളുള്ള ഒരു പ്രദേശമുണ്ടാവും. ബെൽബലയിലെ നാട്ടുചന്തയാണിത്. സെക്കൻഡ് ഹാൻഡ് വസ്ത്രങ്ങളാണ് പ്രധാന വിൽപ്പന വസ്തു. ജാക്കറ്റുകൾ, ജീൻസ്, ഷർട്ട് എന്നിങ്ങനെ പലതുമുണ്ട്. എല്ലാം മറ്റാരോ ഉപയോഗിച്ച് ഉപേക്ഷിച്ചതാണ്. എങ്ങനെയെല്ലാമോ ഇവിടെ മനുഷ്യർ ജീവിക്കുന്നു. എവിടെയും പൊടിമയമാണ്. ഇടയ്ക്കിടെ എത്തുന്ന കാറ്റ് ആ പൊടി വാരിപ്പരത്തുന്നു. ബെൽബലയിലെ ആളുകളിൽ 80% പരമ ദരിദ്രരാണ്. തകരമോ മരപ്പലകകളോ വെച്ചുണ്ടാക്കിയ ചെറിയ ഷെഡുകളിലാണ് അവരുടെ വാസം. പകർച്ചവ്യാധികൾ പടരുന്നത് ഇവിടെ പതിവാണ്. ഉയർന്ന ശിശുമരണ നിരക്കുള്ള ഒരു പ്രദേശവുമാണിത്. ഫ്രഞ്ച് കോളനിയായിരുന്നതിനാൽ ഇപ്പോൾ ജിബൂട്ടിയിലെ പ്രധാന ഭാഷ ഫ്രഞ്ചാണ്. അറബിയും സൊമാലി ഭാഷയും ഇന്നാട്ടുകാർ സംസാരിക്കും. ഇപ്പോഴും ഇവിടുത്തെ ഭരണഭാഷയിൽ ഫ്രഞ്ചുണ്ട്. സ്കൂളുകളിൽ ഫ്രഞ്ച് പഠിപ്പിക്കുന്നുമുണ്ട്. ഗ്രാമീണ മേഖലകളിലാകട്ടെ സൊമാലിയും അഫാറുമാണ് പ്രധാന ഭാഷകൾ. ബെൽബല അതിവിസ്തൃതമായ ഒരു പ്രദേശമാണ്. ഫ്രഞ്ചുകാരുടെ കാലത്ത് ഇവിടം ജിബൂട്ടി സിറ്റിയുടെ ഭാഗമായി കണക്കാക്കിയിരുന്നില്ല. എന്നാൽ ജിബൂട്ടി ഗവൺമെന്റ് 1987 ഈ പ്രദേശത്തെ സിറ്റിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി. പ്രദേശത്തിന്റെ വികസനത്തിനായി പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ കഥകളാണ് സുരേഷ് പറഞ്ഞു തരുന്നത്. ഈ ജിബൂട്ടി കൺട്രിയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. വലിയൊരു ആശുപത്രിയും 4 പ്രൈമറി സ്കൂളുകളുമുണ്ട് ഇപ്പോൾ ബൽബലയിൽ. ഇതാണ് ആശുപത്രി. ഈജിപ്റ്റ് പണിത് നൽകിയ അൽ റഹ്മ ആശുപത്രി. ബൽബലയിലെ ഏറ്റവും വലിയ കെട്ടിടം ആ ആശുപത്രിയുടേതാണ്. ജിബൂട്ടി എന്ന രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആശുപത്രിയാണ് അൽ റഹ്മ. പലയിടത്തും പുതിയ മോസ്കുകൾ കാണാം. മറ്റു രാജ്യങ്ങൾ പണിത് നൽകുന്നതാണിതെല്ലാം. സമുദ്രനിരപ്പിൽ നിന്നും 60 മീറ്റർ ഉയരത്തിൽ കിടക്കുന്ന ഒരു കുന്നാണ് ബൽബല. എങ്ങും പൊടിമണ്ണ് നിറഞ്ഞ ഒരു പ്രദേശം. അവിടെ നിന്നും ഞങ്ങൾ യാത്ര തുടരുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോകാമെന്ന് ഞാൻ സുരേഷിനോട് പറഞ്ഞു. നഗരത്തിൽ നിന്നും അല്പം വിട്ടുള്ള പ്രദേശങ്ങൾ കാണുന്നതിനായാണ്. ബജറ്റ് ട്രാവലേഴ്സിനും ആദ്യമായി വിദേശ ടൂറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ ഇതാ സുവർണാവസരം. സഞ്ചാരം ഒരുക്കുന്ന തായ്ലൻഡ് ടൂർ. ബാങ്കോക്ക്, പട്ടയ, ടൈഗർ സൂ, കോറൽ ഐലൻഡ്, നൂങ് നൂച്ച് ഗാർഡൻസ്, മറൈൻ പാർക്ക്, സഫാരി വേൾഡ്, പുരാതന സിയം പട്ടണം, ഇന്ദിര മാർക്കറ്റ് തുടങ്ങിയ ഡെസ്റ്റിനേഷനുകൾ. പ്രശസ്തമായ അൽകാസർ ഷോ, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ബീച്ച് വിനോദങ്ങൾ, ബോട്ട് റൈഡ്, സ്പീഡ് ബോട്ട് യാത്ര എന്നിവയെല്ലാം ആസ്വദിക്കാം. ഫുഡ് സ്ട്രീറ്റുകളും നൈറ്റ് മാർക്കറ്റുകളും സന്ദർശിക്കാം. ത്രില്ലിംഗ് തായ്ലൻഡ്. തായ്ലൻഡിൽ 4 പകലും 3 രാത്രിയും. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും സന്ദർശിക്കുക sanjaram.com. ഫോൺ
7591966600. ചരിത്ര പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ് ജിബൂട്ടി. അതിപുരാതന കാലം മുതൽ ഇന്ത്യയുമായും ചൈനയുമായും വ്യാപാര ബന്ധം പുലർത്തിയിരുന്ന നാട്. 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാർ ആഫ്രിക്കയെ പകുത്തു സ്വന്തമാക്കിയപ്പോഴാണ് ഈ നാടിന്റെ ചരിത്രം മാറിമറിഞ്ഞത്. അങ്ങനെ ജിബൂട്ടി ഫ്രാൻസിന്റെ കീഴിലായി. ഫ്രഞ്ച് സൊമാലിലാൻഡ് എന്നായിരുന്നു അക്കാലത്ത് ഈ ഫ്രഞ്ച് കോളനിയുടെ പേര്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഫ്രാൻസിനെ തോൽപ്പിച്ച് ഇറ്റലി ഈ മേഖല പിടിച്ചെടുത്തെങ്കിലും ഏതാനും മാസങ്ങൾക്കകം ഫ്രാൻസ് അത് തിരിച്ചുപിടിക്കുകയായിരുന്നു. ഇവിടെ കല്ലുകൊണ്ട് പണിത കുറെ ബങ്കറുകൾ കാണാം. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജിബൂട്ടിയിലേക്ക് നീങ്ങിയ ഇറ്റാലിയൻ പടയെ ചെറുക്കാൻ ഫ്രഞ്ചുകാർ നിർമ്മിച്ച ബങ്കറുകളാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ചരിത്രാവശേഷിപ്പുകളെന്ന് അതിനെ വിശേഷിപ്പിക്കാം. ഫ്രഞ്ച് പ്രതിരോധം തകർത്ത് ജിബൂട്ടി ഉൾപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം അന്ന് ഇറ്റലി സ്വന്തമാക്കുകയാണുണ്ടായത്. പിന്നീട് ഇറ്റലിയെ തറപറ്റിക്കാൻ ഫ്രഞ്ച് ബ്രിട്ടീഷ് സൈനിക നീക്കം വേണ്ടി വന്നു. ഇറ്റലിക്കാർ പോയതോടെ വീണ്ടും ഫ്രഞ്ച് സൊമാലിലാൻഡ് നിലവിൽ വരികയും ചെയ്തു. പിന്നീട് ഈ പ്രദേശത്തെ തങ്ങളുടെ ഒരു ഓവർസീസ് ടെറിട്ടറിയായി ഫ്രഞ്ചുകാർ പ്രഖ്യാപിച്ചു. അത് അക്കാലത്ത് വലിയ വംശീയ പ്രശ്നങ്ങൾക്ക് വഴിമരുന്നായിരുന്നു. ഞങ്ങളിപ്പോൾ തിരികെ ജിബൂട്ടി സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ കണ്ട ഹൈവേയിലൂടെ എനിക്ക് നാളെ മുതൽ ദീർഘയാത്രകൾ നടത്താനുള്ളതാണ്. അതുവഴി ജിബൂട്ടിയുടെ വിദൂര ഗ്രാമങ്ങളിലേക്ക് പോകണം. ഇപ്പോൾ പ്രധാനമായും എത്യോപ്യയെ ആശ്രയിച്ചാണ് ജിബൂട്ടിയുടെ സാമ്പത്തിക രംഗം വളരുന്നത്. ജിബൂട്ടി തുറമുഖം തന്നെയാണ് അതിന് കാരണം. എത്യോപ്യയിലേക്കുള്ള ഇറക്കുമതിയും അവിടെ നിന്നുള്ള കയറ്റുമതിയും പ്രധാനമായും നടക്കുന്നത് ജിബൂട്ടി തുറമുഖത്തുകൂടിയാണ്. പ്രത്യേകതകൾ ഏറെയുള്ള ഒരു രാഷ്ട്രീയ ഭരണവ്യവസ്ഥയാണ് ജിബൂട്ടിയിലേത്. സൊമാലി വംശത്തിൽപ്പെട്ട ഇസ ജനതയാണ് ജിബൂട്ടിയിലെ ഭൂരിപക്ഷം. ജനസംഖ്യയിൽ 60% അവരാണ്. രണ്ടാം സ്ഥാനത്തുള്ള അഫാർ ഗോത്രക്കാർ ഭരണം പിടിച്ചെടുക്കാൻ കലാപം തുടങ്ങിയപ്പോൾ 1992-ൽ ഇരുകൂട്ടരും തമ്മിൽ ഒരു ഒത്തുതീർപ്പിലെത്തി. അതനുസരിച്ച് ഭരണഘടനയും തയ്യാറായി. പ്രസിഡന്റ് ഇസ ഗോത്രക്കാരനാണെങ്കിൽ പ്രധാനമന്ത്രി അഫാർ ഗോത്രക്കാരനായിരിക്കണമെന്നതാണ് വ്യവസ്ഥ. ജനസംഖ്യയിൽ ഇസ വിഭാഗമാണ് മുന്നിലെന്നതിനാൽ ഇതുവരെ ഒരു അഫാറി ഗോത്രക്കാരൻ പ്രസിഡന്റ് ആയിട്ടില്ല. ഇസ്മായിൽ ഒമർ ഗുലയാണ് 1999 മുതൽ ഇവിടെ പ്രസിഡന്റ്. ഇക്കാണുന്നത് ഒരു ലൈറ്റ് ഹൗസ് ആണ്. ഈ പ്രദേശത്തിന് ബൽബല എന്ന പേരു ലഭിക്കാൻ കാരണമായ ലൈറ്റ് ഹൗസ്. അത് പിന്നിട്ട് ഞങ്ങൾ ജിബൂട്ടി സിറ്റിയുടെ ഡൗൺ ടൗൺ ലക്ഷ്യമാക്കി പോവുകയാണ്. അവിടെ നിന്ന് വേണം ഇന്ന് പ്രധാന കാഴ്ചകളിലേക്കുള്ള യാത്രകൾ ആരംഭിക്കാൻ. മുകളിൽ റെയിൽ പാളമാണ്. ചിലയിടത്ത് ഗംഭീരൻ 4 വരി പാതകളാണ്. അതിലൂടെ നീങ്ങുന്ന വൃത്തിയില്ലാത്ത വാഹനങ്ങൾ. ഒരു ആഫ്രിക്കൻ സ്വഭാവം ആ വാഹനത്തിനുണ്ട്. ഈ പാതയും ചൈനീസ് സഹായത്തോടെ നിർമ്മിച്ചതു തന്നെ. ജിബൂട്ടിയുടെ ഡൗൺ ടൗൺ ഏരിയയെ ഏറ്റവും ആധുനികമാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. സ്പോർട്സ് കോംപ്ലക്സുകൾ. ഡൗൺ ടൗണിലേക്ക് അടുക്കും തോറും നഗരത്തിന്റെ ആധുനികതയിലേക്കുള്ള വളർച്ച കാണാം. ഇവിടെ ദുബായ് പോലെ സുന്ദരമായ ഒരു മോഡേൺ സിറ്റി പണിയാനാണ് ഇവരുടെ ശ്രമം. ബവാദി മാൾ എന്ന അടുത്ത കാലത്ത് ആരംഭിച്ച മാളാണിത്. എവിടെയും ആധുനികമായ കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നത് കാണാം. ജിബൂട്ടി പോർട്ടാണ് അക്കാണുന്നത്. പോർട്ട് ഡി ജിബൂട്ടി എന്നറിയപ്പെടുന്ന ഭാഗം. പോർട്ടിന്റെയും വിപുലീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണിപ്പോൾ. ജിബൂട്ടി സിറ്റിയുടെ ഡൗൺ ടൗൺ ഏരിയയിലേക്ക് കാർ എത്തുകയാണ്. ജിബൂട്ടി ഫ്രഞ്ച് കോളനിയായിരുന്ന കാലത്ത് വികസിച്ച ഭാഗമാണിത്. അന്നത്തെ പ്രൗഢമന്ദിരങ്ങളിലൊന്നിന്റെ സമീപം കാർ കൊണ്ടുചെന്ന് നിർത്തി ഞങ്ങൾ ഇറങ്ങി. മെനലിക് പ്ലേസ് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്.
അവധി ദിവസമാണല്ലോ. എങ്കിലും ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ തെരുവിലേക്ക് ഇറങ്ങിത്തുടങ്ങിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള പല പാതകൾ മെനലിക് പ്ലേസിലേക്ക് വന്നു ചേരുന്നുണ്ട്. എത്യോപ്യൻ രാജാവായിരുന്ന മെനലിക് രണ്ടാമന്റെ പേരാണ് ചത്തുരത്തിന്. നേർരേഖ പോലുള്ള തെരുവുകൾ. ഇതാണ് പരമ്പരാഗത ജിബൂഷ്യൻ കെട്ടിട നിർമ്മാണ ശൈലി. യമനിലെ സനയിൽ കാണുന്ന കെട്ടിടങ്ങളുടെ സ്വഭാവമാണ് ഇവയ്ക്കെന്ന് തോന്നും. ഫ്രഞ്ച് ഭരണകാലത്തെ കെട്ടിടങ്ങളിൽ പലതും ഇന്ന് നാശോന്മുഖമായിരിക്കുന്നു. എന്നോ ആളൊഴിഞ്ഞുപോയ നഗരമാണിതെന്ന് തോന്നും മെനലിക് സ്ക്വയറിന്റെ ചില ഭാഗങ്ങൾ കണ്ടാൽ. എത്യോപ്യൻ എയർലൈൻസിന്റെ ഓഫീസും ബാങ്കിംഗ് സ്ഥാപനങ്ങളും മറ്റും അവിടെ പ്രവർത്തിക്കുന്നു. അത്തരം ഒരു കെട്ടിടത്തിലേക്കാണ് സുരേഷ് എന്നെ നയിക്കുന്നത്. ഇവിടെ ഒരു ബാങ്കുണ്ട്, ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. അതിന്റെ മുന്നിൽ 2 മലയാളികൾ കാത്തുനിൽക്കുന്നു, സന്തോഷും മിഥുനും. പിറവം സ്വദേശിയാണ് സന്തോഷ്. അദ്ദേഹവും വർഷങ്ങൾക്ക് മുൻപ് തന്നെ എന്നെ ജിബൂട്ടിയിലേക്ക് ക്ഷണിച്ച ഒരാളാണ്. സന്തോഷിന്റെ കൂടി ക്ഷണം സ്വീകരിച്ചാണ് ഞാൻ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. സുരേഷിന്റെ കമ്പനിയാണ് എനിക്കുള്ള വിസ അറേഞ്ച് ചെയ്തതെങ്കിലും സന്തോഷും ഇവിടെ ആതിഥേയനാണ്. ഇത് നിധിൻ. കുറച്ചുനേരം ഞങ്ങൾ കുശലം പറഞ്ഞു നിന്നു. നാളത്തെ യാത്രകൾ പ്ലാൻ ചെയ്യുന്നതിനു വേണ്ടിയാണ് സുരേഷ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സുഹൃത്തുക്കൾ ഒരു പോലീസുകാരനെ വിളിച്ചു വരുത്തി. ഈ നീലവേഷധാരി പോലീസുകാരനാണ്. ഇദ്രീസ് എന്നാണ് പേര്. ഇദ്രീസിനെ പിന്നീട് വിശദമായി തന്നെ പരിചയപ്പെടാം. നന്നായി ഫ്രഞ്ചും അത്യാവശ്യം ഇംഗ്ലീഷും സംസാരിക്കും ഇദ്രീസ്. ജിബൂട്ടിയുടെ പരിചിതമല്ലാത്ത ഉൾനാടുകളിലേക്ക് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാനായി പോകുന്നത് ഒട്ടും സുരക്ഷിതമല്ല. ഒരു പോലീസുകാരൻ കൂടെയുള്ളത് എന്തുകൊണ്ടും നന്നായിരിക്കും. സുരേഷിന് ഉൾഗ്രാമങ്ങളിലെ സ്ഥലങ്ങളും ചിട്ടകളും വലിയ നിശ്ചയമില്ലാത്തതുകൊണ്ടു കൂടിയാണ് ഇദ്രീസിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നത്. കാഴ്ചകൾ കൃത്യമായി പറഞ്ഞുതരാൻ കഴിയുന്ന ഒരു ഗൈഡിനെയും താൻ കൊണ്ടുവരുമെന്നാണ് ഇദ്രീസിന്റെ വാഗ്ദാനം. കുറച്ചു തുക അഡ്വാൻസ് നൽകണം. ഇദ്രീസ് അപ്പോൾ തന്നെ ആരെയെല്ലാമോ വിളിച്ച് ചിലതൊക്കെ ഇടപാട് ചെയ്തു. അഡ്വാൻസ് കൈപ്പറ്റി. ഇദ്രീസുമായുള്ള ആശയവിനിമയം രസകരമാണ്. വാക്കുകളേക്കാൾ ആംഗ്യത്തിനാണ് പ്രാധാന്യം. സന്തോഷിന്റെ ഓഫീസിൽ നിന്നും ഇറങ്ങി. മെനലിക് പ്ലേസിൽ തന്നെയുള്ള ഒരു ഹോട്ടലിലാണ് എനിക്കുള്ള മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. ക്യാപിറ്റൽ ഹോട്ടൽ. അടുത്ത കാലത്ത് പണി പൂർത്തിയായ നല്ലൊരു ഹോട്ടലാണ്. അതിലേക്ക് കയറി ചെന്നു. 1 വർഷമായിട്ടില്ല ഇത് പ്രവർത്തനം തുടങ്ങിയിട്ട്. ചൈന നിർമ്മിച്ച ഹോട്ടലാണ്. ഒരു ജിബൂട്ടിയൻ സുന്ദരിയാണ് റിസപ്ഷനിസ്റ്റ്. പേര് ഇബ. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കും. നഗരവാസിയോ ജിബൂട്ടിയുടെ ഏതോ ഉൾനാട്ടിൽ നിന്ന് എത്തിയവളോ ആകാം. അവൾ വളരെ പെട്ടെന്ന് തന്നെ എനിക്കുള്ള മുറി ഒരുക്കി തന്നു. ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നവരും നല്ല വിദ്യാസമ്പന്നരുമെല്ലാം ജിബൂട്ടിയിലുമുണ്ട്. ഇവളെപ്പോലുള്ള ധാരാളം പെൺകുട്ടികൾ നല്ല വിദ്യാഭ്യാസം നേടി ജിബൂട്ടിയിൽ ജോലി ചെയ്യുന്നുണ്ട്. പലരും ജോലി തേടി വിദേശങ്ങളിലേക്ക് പോകുന്നുമുണ്ട്. 706 നമ്പർ മുറിയാണ് എനിക്ക് അനുവദിച്ചത്. ചെക്ക് ഇൻ പൂർത്തിയാക്കി സുരേഷ് മടങ്ങി. 7ാം നിലയിലെത്തി. മുന്നിൽ ഇടതുഭാഗത്ത് കാണുന്നതാണ് 706 നമ്പർ മുറി. ഏറ്റവും ആധുനികമായ ഹോട്ടൽ. മുറി ഉന്മേഷദായകമാണ്. നല്ല ബെഡ്. എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ഏറ്റവും ആധുനിക സൗകര്യങ്ങൾ. ജിബൂട്ടി എന്ന ദരിദ്ര രാജ്യത്തല്ല ഇപ്പോൾ നിൽക്കുന്നതെന്ന് തോന്നും. ടോയ്ലറ്റും അതിലെ സംവിധാനങ്ങളുമെല്ലാം നല്ല വൃത്തിയും ഭംഗിയുമുള്ളത് തന്നെ. പുതിയ ഹോട്ടലാണെന്നതുകൂടിയാവാം ഈ വൃത്തിയുടെ ഒരു കാരണം. മുറിയുടെ ജാലകത്തിലൂടെ നോക്കുമ്പോഴുള്ള കാഴ്ച ഇതാണ്. യമന്റെ തലസ്ഥാനമായ സനയെ ഒരു ഹോട്ടൽ മുറിയിൽ നിന്ന് ജാലകത്തിലൂടെ കണ്ടതാണ് ഇപ്പോൾ എന്റെ ഓർമ്മയിൽ വരുന്നത്.
ഏതാണ്ട് 50 വർഷം മുൻപ് എല്ലാ അറബി രാജ്യങ്ങളുടെയും പട്ടണക്കാഴ്ച ഈ വിധം തന്നെയായിരുന്നിരിക്കണം. ആകാശം മുട്ടുന്ന ഗോപുരങ്ങൾ ഉയരും മുൻപ് ദുബായിയും അബുദാബിയുമൊക്കെ ഇങ്ങനെയായിരുന്നു. എസ് കെ പൊറ്റക്കാട് സന്ദർശിക്കുന്ന കാലത്ത് ആഫ്രിക്കയിലെ വലിയ പട്ടണങ്ങളുടെ രൂപവും ഇങ്ങനെയായിരുന്നിരിക്കാം. 2ഉം 3ഉം നിലയുള്ള കെട്ടിടങ്ങൾ തിങ്ങി നിറഞ്ഞ ജനവാസ പ്രദേശങ്ങൾ. ജിബൂട്ടിയിലെ പല കെട്ടിടങ്ങളും ഇപ്പോഴും കൊളോണിയൽ ശൈലി നിലനിർത്തുന്നുണ്ട്. ഇതാണ് ജിബൂട്ടി എന്ന രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ആളുകൾ വസിക്കുന്ന നഗരം. വാണിജ്യത്തിന്റെയും ഭരണത്തിന്റെയും സർവീസിന്റെയും സിരാകേന്ദ്രം ഈ നഗരം തന്നെ. 3 ലക്ഷത്തോളം ആളുകൾ വസിക്കുന്ന ജിബൂട്ടി സിറ്റിയുടെ ഡൗൺ ടൗൺ ഏരിയയാണിത്. ഇക്കാണുന്ന തെരുവുകളിലൂടെയെല്ലാം എനിക്ക് വൈകുന്നേരം ഒന്ന് നടക്കണമെന്നുണ്ട്. കൊളോണിയൽ മന്ദിരങ്ങളാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്തു കാണുന്നത്. അകലേക്ക് പോകും തോറും കെട്ടിടങ്ങളുടെ വലിപ്പവും പൊലിമയും കുറയുന്നതും കാണാം. ഞാൻ പെട്ടെന്ന് തന്നെ തിരികെ ലിഫ്റ്റിലേക്കു കയറി. ജിബൂട്ടി സിറ്റിയുടെ തെരുവുകളിലൂടെ നടക്കാൻ എനിക്ക് ധൃതിയായിരിക്കുന്നു.